ഹായ്, വെൽക്കം ടു നിഷ സ്ട്രീംസ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കണ്ടിട്ട് ഇതെന്താ വീണ്ടും വീട്ടിലിരിക്കുന്നത് എന്നാണോ വിചാരിക്കുന്നത്? ഇത് ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഉള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാൻ ഫുള്ള് ട്രിപ്പിൻ്റെ അടുപ്പിച്ചിട്ടുകൊണ്ടിരുന്നാൽ ട്രിപ്പിൻ്റെ മുമ്പെടുത്തതും പിന്നെ അതിൻ്റെ കഴിഞ്ഞ് ഇടാനുള്ള കുറച്ച് ഇതൊക്കെ കണ്ടിന്യൂസ് ട്രിപ്പിൻ്റെ ഇടാനിരുന്നാൽ എനിക്ക് ഓണം റിലേറ്റഡ് കുറച്ച് വീഡിയോസും ഒക്കെ ഇടാനുണ്ട്, ഓണം ഹോള് വീഡിയോസൊക്കെ ഇടാനുണ്ട്. അപ്പം അതൊക്കെ ഓണം കഴിഞ്ഞാലും എനിക്ക് ഇട്ട് തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ട്രിപ്പിൻ്റെ ഇടയ്ക്ക് അല്ലാത്ത കുറച്ച് വീഡിയോസ്, ഇതിപ്പം ഓണം റിലേറ്റഡ് ഒന്നുമല്ല, ഞാൻ ട്രിപ്പ് പോകുന്നതിൻ്റെ മുന്നേ എടുത്ത ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എല്ലാവരും മീനാക്ഷിയും അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഇവിടെ ഒരു ദിവസം ഡിന്നറിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഇനി ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ട്രിപ്പിൽ കണ്ടില്ലേ ഞാൻ പിസ്സയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന്. അപ്പോൾ അവരെല്ലാം രാത്രി ഡിന്നറിന് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ അതുകൊണ്ട് അത് കാണിക്കാൻ അത് ഞാൻ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിക്കണമെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എടുത്ത് കുറച്ച് കാര്യങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ചെടിയുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയാം കമൻറ്റ് വരും, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ചേച്ചിയുടെ ചെടി എന്തായി എന്ന് കുറച്ച് പേരെങ്കിലും അന്വേഷിക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ കാണിച്ചിട്ട് നമുക്ക് അത് കാണാം. അപ്പം ഞാനിപ്പോൾ രാവിലെ ഗാർഡനിലോട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ വീഡിയോ എടുക്കാമെന്ന്. എൻ്റെ ചെടിയുടെ അവസ്ഥ ഇന്നലെ ഞങ്ങൾ ശരിക്കും മിനിഞ്ഞാന്ന് വൈകിട്ട് എത്തി, പക്ഷേ ഇന്നലെ എനിക്ക് ഒന്നിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഭയങ്കര തലവേദന, ഞാൻ ആകെ കിടപ്പിലായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ട്രിപ്പ് എനിക്ക് അത്രയും എനർജി സ്റ്റാമിന ഇല്ല. അത് നിങ്ങൾക്ക് ട്രിപ്പിൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ പകുതി ആകുമ്പോഴേ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുമായിരുന്നു കേട്ടോ. എനിക്ക് പണ്ടത്തെ അത്രയും ഒരു സ്റ്റാമിന ഒന്നുമില്ല. ഉച്ചയാകുമ്പോഴേ ഞാനങ്ങ് ക്ഷീണിക്കും. അപ്പം ഇന്നലെ ഫുൾ കിടപ്പിലായിരുന്നു. ഇന്ന് ഇപ്പോഴാണ് ഗാർഡൻ ഞാൻ നോക്കിയപ്പോൾ ചെടിക്ക് അങ്ങനെ ഭയങ്കര അത്യാവശ്യം ഇപ്പം നമ്മൾ പരിചരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയൊന്നും കണ്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഗാർഡൻ പരിചരിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണ്. ബക്കറ്റിലെ വെള്ളമൊക്കെ ആയിട്ട് ഇറങ്ങി. പിന്നെ ആദ്യം ഞാൻ എനിക്ക് ഈ കമ്പോസ്റ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ആകെ വലിയ പിടിയൊന്നും ഞാൻ പറഞ്ഞു, ചെടി പരിചരണത്തെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ആദ്യം മണ്ണിലോട്ടങ്ങ് ചെടിയിലോട്ട് ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഇതൊക്കെ ഇനി വെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കേണ്ടത്, ഡയറക്റ്റ് മണ്ണിലിടണോ എന്നൊരു പിടിയില്ല. അത് നിങ്ങളൊന്ന് പറഞ്ഞ് നന്നായിരുന്നു കേട്ടോ, ചെടിയെപ്പറ്റി അറിയാവുന്നവർ. അപ്പം ഞാനിപ്പോൾ ചെയ്തത് കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും കുറച്ച് കമ്പോസ്റ്റ് എടുത്ത് വെള്ളത്തിലങ്ങോട്ട് വെള്ളത്തിലല്ല ചട്ടിയിലോട്ട് ഡയറക്റ്റ് ഇച്ചിരി വെച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണെന്ന് വെച്ചാൽ 7 ദിവസം വെള്ളം ഇല്ലാതിരുന്ന ചെടിയാണ്. പക്ഷെ വലിയ കേടുപാടുകൾ, ഒരു തുളസി മാത്രം, അച്ഛനൊരു തുളസി വെച്ചിരുന്നു, അത് മാത്രം കുറച്ച് അത് പക്ഷെ റീപോർട്ട് ചെയ്തുകൊണ്ടാണോ എന്നത് വന്നപ്പോൾ തൊട്ട് വലിയ എനർജി ആരോഗ്യം ഇല്ലാത്തത്. ഇപ്പം എനിക്ക് വേറെ പോട്ടിലോട്ട് മാറ്റണം. അച്ഛൻ അവിടെ നിന്ന് അതൊരു കുഞ്ഞു പോട്ടിലൊക്കെ കൊണ്ടുവന്നു, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതിപ്പോൾ ഒരു വേറെ പോട്ടിലോട്ട് മാറ്റണം. ഏതായാലും ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ചെയ്യേണ്ടത് ചീര ഒത്തിരിയായിട്ട് വളർന്നിപ്പുണ്ട്, അതൊന്ന് മാറ്റി നടണം. തൈ കിളിച്ച് വന്നു, അത് മാറ്റി നടണം. വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട്. ഞാൻ പിന്നെ പോകുന്നതിന് മുമ്പേ എല്ലാത്തിലും പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ചായ നല്ലപോലെ തിളപ്പിച്ച് ചായ വെള്ളവും അല്ലാതെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പോയത് കേട്ടോ. ഈ മോളി കാണുന്നത് ഇച്ചിരി ഇപ്പം രാവിലെ കമ്പോസ്റ്റ് ഇട്ടതാണ്. അത് മണ്ടത്തരമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതും കുഴപ്പമില്ല. ഇതാ അച്ഛൻ്റെ തുളസി, ഇത് കുറച്ച് വാടി നിൽക്കുക. ഇത് ഞാൻ ഇതെല്ലാം പ്ലാസ്റ്റിക് പോട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഈ പോട്ടിലോട്ട് ഇത് റീപോർട്ട് ചെയ്യാൻ പോവാം. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വലിയ പിടില്ല, ഞാൻ നോക്കട്ടെ. ഇനിയും പിടിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇച്ചിരി വെർമി കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇനി വാടി നിൽക്കുന്ന തുളസിയിൽ കുറച്ച് വെള്ളം ഞാൻ ചെടിക്ക് മുകളിലും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് എവിടെ നിന്ന് മേടിച്ചാ ഇടയ്ക്ക് ഓക്കെ ഇത് ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ. 2 പുതിയ ചെടി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വാളകത്ത് പോയി മേടിച്ചതാണ്, 2 പുതിയ മെമ്പേഴ്സ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഞാൻ പോകാൻ നേരത്ത് ഇതിനെ വെളിയിൽ വെച്ചിട്ട് പോയതാ. 2 പുതിയ ചെടികളുണ്ട്, കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പേഴ്സ്, ദിസ് വൺ ആൻഡ് ദിസ് വൺ. പക്ഷേ ഒരബദ്ധം പറ്റി, എനിക്കും അബദ്ധം പറ്റി. ആ കടയിലെ ചേട്ടനും അറിഞ്ഞുകൂടാതെ പോയി. എനിക്ക് ഇതെന്തോ കടയുടെ പേരെന്തോ ക്രിസ് ക്രോസ് ബോട്ടിൽസ്, ഇത് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ആക്ച്വലി എനിക്ക്
ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അയച്ചു തന്നത് ഡീറ്റെയിൽസ്. വാളകത്ത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് നഴ്സറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് കേട്ടോ വാളകത്ത്. മൂവാറ്റുപുഴ റോഡിലാണിത്. വാളകത്ത് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അവിടെ പോയി മേടിച്ചാൽ നല്ല കളക്ഷൻസ് ഉണ്ട് ചെടി. പക്ഷെ എനിക്ക് ഈ അവിടെ വെച്ച് നാളെ ഞാനും ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഓർത്തില്ല, ഇതിനകത്തെ ആ ബേസ് വെക്കാതെ തന്നു. അപ്പൊ ഇൻഡോർ പ്ലാന്റ് അല്ലേ, ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഉടനെ വെളിയിൽ പോവുക, അകത്ത് ഓട്ടയാ. അപ്പൊ എനിക്കത് പ്രശ്നം പറ്റി. എന്താ ബേസ് വെക്കാതെ തന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എനിക്കത് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാനില്ല, ഞാൻ ആകെ പെട്ടുപോയി. അപ്പൊ ഇപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ വെളിയിൽ കൊണ്ട് വെക്കുക ചെയ്യുന്നത്, മൊത്തം ചെളിയായിട്ട് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അതൊരു ഫുൾ പ്രശ്നം. ഞാൻ എന്നിട്ട് വെള്ള ചട്ടിയൊക്കെ നോക്കിയെടുത്തു, പക്ഷെ ആ ബോധം എനിക്കും പോയില്ല. പക്ഷെ ആ തന്ന ആളിന് ആ ഒരു ഇത് വേണ്ടേ, പുള്ളി എപ്പോഴും കൊടുക്കുന്നതല്ലേ, ഒരു ബേസ് വെച്ച് ബാക്കി എന്നുവെച്ചാൽ. അത് കഴിഞ്ഞ് ഞാൻ വലിയ ഭരണി മേടിക്കാൻ എൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ഭരണിക്കട ചട്ടിക്കടയിൽ പോയി. അവിടുത്തെ ചേച്ചിക്ക് വരെ എന്നോട് ബേസ്, ഞാൻ അവിടെ നിന്നാണ് ഈ തുളസിയുടെ ചട്ടി മേടിച്ചത്, മറ്റിടത്തുനിന്ന് മേടിക്കാൻ പോകണം. അപ്പോൾ ആ ചേച്ചി തന്നെ ചോദിച്ചു ബേസും പുറത്ത് വെക്കുന്ന വേണ്ടെന്ന്. അങ്ങനത്തെ കടക്കാർക്ക് വരെ അറിയാമെങ്കിൽ ഇങ്ങനത്തെ ഭയങ്കര ഹൈഫൈ കടക്കാരും ചേട്ടൻ എനിക്ക് ബേസും ചട്ടിയൊന്നും ഇല്ലാതെ തന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു പോട്ടിലിട്ട് തന്നപ്പം എനിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഫുൾ വെളിയിൽ പോവാണ്. ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ബേസിൽ വെക്കും, ബേസ് മേടിച്ച് വെക്കാം, അതേ ഉള്ള കാര്യം. പക്ഷെ ഇൻഡോർ പ്ലാന്റിന് ഇങ്ങനെ ബേസ് വെക്കുമ്പോൾ ഒരു ഭംഗിയില്ല, അടിയിൽ ഒരു പ്ലേറ്റ് വെക്കുമ്പോൾ ഒരു ഭംഗിയില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ വെളിയിലൊരു അകത്തൊരു പോട്ടും വെളിയിലൊരു പോട്ടും, അങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സുകാരെല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അത് പോട്ടെ. ഇതപ്പോൾ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. തോരണം പഴുത്തിരിക്കുക, അത് എടുത്ത് പറിച്ച് കളയാം. പോയിട്ടിപ്പം 5 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. പഴുത്തത് മാത്രം ഞാൻ ചീഞ്ഞത് പറിച്ച് കളയുക. ഒരില മാത്രം ചീഞ്ഞിരിക്കുന്നു. ഈ ചെടിയാണ് ഭയങ്കര ഇഷ്ടം. ഇത് മുരളേണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെയാണെന്നറിയാമോ? ഇതിന്റെ ഒരു കളർ കണ്ടോ, ഒരു സൈഡ് കണ്ടോ വയലറ്റും ഒരു സൈഡ് പച്ചയാണ്. സന്ധ്യ ആവുമ്പോഴത്തേക്കും ഇത് ഈ കിടക്കുന്ന ഇലയില്ലേ, ഇതിങ്ങനെ നിവർന്നിരിക്കും. ഈ ഇല ഇപ്പം ഇങ്ങനെ കിടക്കുകയല്ലേ, സന്ധ്യ ആകുമ്പോൾ ഈ ഇല എല്ലാം എഴുന്നേറ്റ് നിൽക്കും. ഞാനിത് ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുരളിയുടെ ഇതിനെല്ലാം നിവർത്തി വെച്ചതാണോ. പിന്നെ എനിക്ക് മനസ്സിലായത് രാത്രിയാകുമ്പോൾ ഇലയെല്ലാം ഉറങ്ങുന്നതാ, എല്ലാം എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. അങ്ങനെയാണ് നിന്ന് ഉറങ്ങുന്നത്. രാവിലെ ആകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കും, നല്ല ഭംഗിയായി. ഇതിൻ്റെ ബാക്കിൽ ആ വയലറ്റ് കളറാണ് രാത്രി ആകുമ്പോഴത്തേക്കും കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഈ 2 ഇല പുതിയതായിട്ട് വന്നതാ. ഇത് 2 പുതിയ ഇലകളാണ്. അപ്പം അതിനൊക്കെ വെള്ളം ഒഴിക്കട്ടെ. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഫുൾ അടിയിൽ കൂടെ പോകാനാണ് പ്രശ്നം. ഈ തുളസിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. കുഴപ്പമില്ലാതല്ല, ഒന്നും പ്രശ്നമില്ലാതെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കറ്റാർവാഴയും വെച്ചേക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, തുളസിയുടെ കൂടെ ഞാൻ ആ കറ്റാർവാഴ വെച്ചേക്കുന്നതുകൊണ്ടാണ് ആ തുളസി നന്നായിട്ട് നിൽക്കുന്നത് എനിക്ക് എന്തോ ഒരു വിശ്വാസം. ഇത് രണ്ടും വെണ്ടയ്ക്കയും കത്തിരിക്കയാണ്, ജസ്റ്റ് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് മുളകാ, മറ്റേ ഉണ്ടമുളകാ കേട്ടോ. ഇപ്പം ചീര നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് തൈ എടുത്ത് ഈ പോട്ടിലോട്ട് റീപോട്ട് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. തൈ എങ്ങനെയാണ് എടുക്കേണ്ടത്, എനിക്ക് അങ്ങനെ തൈ എടുക്കാനൊന്നും വലിയ, ഞാൻ പറഞ്ഞല്ലോ, വശമില്ല. ഇങ്ങനെ എടുക്കേണ്ടത് നോക്കട്ടെ. ഏതായാലും ഇത്രയും കൂടി നിന്നാൽ അത് പിടിക്കില്ലല്ലോ. ശ്രമിച്ച് നോക്കാം. തൈ എടുത്ത് കുളമാവോ എന്നല്ലോ, റൂട്ടിൽ നിന്ന് എടുക്കണമല്ലോ, മണ്ണുൾപ്പെടെ എടുക്കാം. അഗ്ലോണിമയും നന്നായിട്ട് തന്നെ കുഴപ്പമില്ലാതെ, ഒന്നും പറ്റാതെ ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. എനിക്ക് അഗ്ലോണിമയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് എന്ത് ചെയ്യുന്നറിയാമോ, വെള്ളം ഒഴിച്ചിട്ട് അഗ്ലോണിമയ്ക്ക് അധികം വെയിൽ വേണ്ട, പക്ഷെ നല്ല ഓക്സിജൻ ഫ്ലോ വേണം. അതുകൊണ്ട് ഞാൻ അധികം വെയിൽ കൊള്ളാതെ വെളിയിൽ തന്നെ വെച്ചു. ബാൽക്കണിയുടെ ഒരു മൂലയ്ക്ക് ഡയറക്റ്റ് വെയിൽ തട്ടാത്ത ഒരു കോർണറിൽ കൊണ്ടുവച്ച്. അതപ്പം വലിയ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വാടിപ്പോകാതെ. എനിക്കതൊരു ടെൻഷനായിരുന്നു. അകത്ത് ഒട്ടും ഓക്സിജൻ ഇല്ലാതെ അടച്ചിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഇരുന്നാൽ പേടിയാണ്. അപ്പം ഇതും അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി. കറിവേപ്പിൻ്റെ കൂടെ പനിക്കൂർക്ക് വെച്ചിട്ടുണ്ട്, തുളസിയുടെ കൂടെ കറ്റാർവാഴയും വെച്ചിട്ടുണ്ട്. രണ്ടിനും ഒരു സപ്പോർട്ടിന് വേണ്ടി. അതെന്തോ എൻ്റെ ഒരു വിശ്വാസം. ഇനിയും ഞാൻ ഈ പനിക്കൂർക്ക ഒത്തിരി അങ്ങ് വളർന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ കറിവേപ്പിനൊരു ഭയങ്കര കൺജഷൻ വരാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തൊന്ന് റീപോർട്ട് ചെയ്യാൻ പോവാം. ഒരുപാട് വളർന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഭയങ്കര സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നു. കറിവേപ്പിലേക്കൊരു വായു കിട്ടാതിരിക്കണ്ട. കുറച്ച് കട്ട് ചെയ്ത് റീപോർട്ട് ചെയ്യാം. നല്ല മണമാണേ പനിക്കൂർക്ക. ശരിക്കും നല്ലതാണ്, നല്ല ചവച്ച് കഴിക്കാൻ നല്ലതാണ്, വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്, പനിക്കും സൈനസിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അരച്ച് ചമ്മന്തി കഴിക്കാം.
ഞാൻ ചമ്മന്തിയൊന്നും അരച്ച് കഴിക്കത്തില്ല, ചുമ്മാ ചവച്ചരച്ച് കഴിക്കും കേട്ടോ, വെറുതെ ചവച്ചരച്ച് കഴിക്കും ഞാൻ മുരളിയേട്ടനും കൂടെ. ഈ പനിക്കൂർക്കയ്ക്ക് ഇങ്ങനെ ഒരു കമ്പ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ചെറിയൊരു കമ്പ് ഇങ്ങനെ വെച്ചതാണ് ഈ കറിവേപ്പിലയുടെ കൂടെ. എൻ്റെ ഒരു നെയ്ബർ തന്ന് ചെറിയ കമ്പ് വെച്ചതാണ്, അത് ഇത്രയും വലുതായിട്ട് വളർന്നു വന്നത്. ചെടി സംരക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ ഏതായാലും എനിക്ക് കുളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല എണ്ണയൊക്കെ തേച്ച് ഒന്ന് വിശാലമായി കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ഷീണമൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ യാത്ര ചെയ്ത് വന്നതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കൊന്ന് എണ്ണ തേച്ച് വിശദമായി ഒന്ന് കുളി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ ക്ഷീണമൊന്ന് മാറുമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കുളിക്കാൻ പോകുന്ന, ഞാൻ പറഞ്ഞല്ലോ, എണ്ണ തേച്ച് നല്ലൊരു വിശദമായ കുളിയാണ്, സെൽഫ് പാമ്പറിങ് നടത്താനായിട്ട്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണയൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ എണ്ണ ഒരു സ്പെഷ്യൽ എണ്ണയാണ്. ഇതെന്ന് പറയുന്നത് മാമ എർത്തിൻ്റെ ഒണിയൻ ഹെയർ ഓയിലാണ്. മാമ എർത്തിൻ്റെ പ്രോഡക്ട്സിനെ പറ്റി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മാമ എർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും നാച്ചുറൽ പ്രോഡക്ട്സാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് എല്ലാം അങ്ങനത്തെയാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് ഒണിയൻ ഹെയർ ഓയിലാണ്. ഇതിനകത്ത് മാമ എർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ്. അവിടെ കെമിക്കൽ ഫ്രീ ആണ്, എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഈ ഒണിയൻ ഹെയർ ഓയിലിനകത്ത് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഒലിവ് ഓയിലുണ്ട്, കാസ്റ്റർ ഓയിലുണ്ട്, അതേപോലെ ആൽമണ്ട് ഓയിലുണ്ട്. കാസ്റ്റർ ഓയിലൊക്കെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻറ്റ്, ഭൃംഗരാജ്, ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ല സംഭവമല്ലേ. ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ പാടുള്ളപ്പം ഇങ്ങനത്തെ, പിന്നെ ഈ സവോള അരച്ചല്ലാതെ ഉണിയനൊക്കെ അരച്ച് തലയിൽ തേക്കുന്നത് ഭയങ്കര മുടി വളരാനായിട്ട് ഒത്തിരി നല്ലതാണ് ഒണിയൻ. നമുക്കതിൻ്റെ മണം കൊണ്ടാണ് നമ്മൾ ഈ സവോള ഉള്ളിയൊക്കെ അരച്ച് തലയിൽ തേക്കാത്തത്. അപ്പം ഇങ്ങനത്തെ ഹെയർ ഓയിൽ കിട്ടുമ്പോൾ ഭയങ്കര ഗുണമല്ല. ഞാനപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കോമ്പും കൂടെ ഉണ്ട് കേട്ടോ. ഈ സംഭവം വെച്ച് തേക്കാൻ നേരത്ത് ഇത് വെച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു ഓരോ ഇതായിട്ട് ഓരോ വകർപ്പ്, നമ്മുടെ സ്കാൽപ്പിലാണല്ലോ എല്ലാം, അതറിയാമല്ലോ അല്ലേ. എണ്ണ തേക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുടിയിൽ തേക്കുന്നതിൽ നല്ലത് നമ്മുടെ സ്കാൽപ്പിലാണ് എപ്പോഴും ആ എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടത്. കുറച്ചായിട്ട് ആ മുടിയിൽ അറ്റത്ത് തേച്ച് പിടിപ്പിക്കണം എന്നില്ല, സ്കാൽപ്പിൽ ഇച്ചിരി തേച്ച് കുറച്ചായിട്ട് വകർപ്പെടുത്ത് ഇച്ചിരി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ച് കിടക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പില്ലോയിലൊക്കെ ആകാതിരിക്കാൻ വേണ്ടി ഒരു തോർത്ത് തലയിൽ വല്ലതും, തലയണയുടെ പുറത്തൊരു തോർത്ത് വിരിച്ചിട്ട് കിടക്കുമോ. രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ കിടക്കാൻ നേരത്ത് തേച്ചിട്ട്, പനിയും ജലദോഷമൊന്നും വരുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പനി പിടിച്ചെന്ന് പറയരുത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞ് പോയി കുളിച്ചോട്ടെ. എനിക്കൊക്കെ ആണെങ്കിൽ സൈനസ് വരും, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യത്തില്ല. പിന്നെ മുരളിയെണ്ണും അതിൻ്റെ എണ്ണ ആവുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. വേണമെങ്കിൽ ഒട്ടും ഈ പനിയും ജലദോഷമൊന്നും പിടിക്കാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പകലൊക്കെ ഇറങ്ങാതെ നോക്കുക. അതുകൊണ്ട് ഒത്തിരി പണി ചെയ്യുന്ന സമയത്ത് എണ്ണ തേച്ചിട്ട് വെയിൽ കൊള്ളരുത്, വേർപ്പ് ഇറങ്ങരുത്. അങ്ങനെയാണെങ്കിൽ നല്ലപോലെ തലവേദന എടുക്കും കേട്ടോ. എണ്ണ തേച്ചിട്ട് നമ്മൾ വെളിയിലും മുറ്റത്തും ഒക്കെ ഇറങ്ങി വെയിൽ കൊണ്ടാൽ തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് എണ്ണ തേച്ചിട്ട് പ്രത്യേകിച്ചും തണലത്തും വീടിൻ്റെ അകത്തൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1 മണിക്കൂർ അകത്തൊക്കെ ഇരിക്കുക, വേർക്കാതിരിക്കുക, എന്നിട്ട് പോയി കുളിക്കുക. അപ്പം ഞാനിപ്പോൾ എണ്ണ തേച്ച് കുറച്ച് നേരം കമൻസിനൊക്കെ റിപ്ലൈ അയച്ചിട്ട് കുളിക്കാം. മുടിയിലൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ. 1 മണിക്കൂർ കൂടുതലേ വെക്കുന്നില്ല, എനിക്ക് ഒത്തിരി നേരം വെച്ച തലവേദന എടുക്കും. പിന്നെ ഈ ഒണിയൻ ഓയിലെന്നും പറയുന്നത് ഇതിൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനാണ് ഈ റൂട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഈ മാമ എർത്തിൻ്റെ ഒണിയൻ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാമ എർത്തിൻ്റെ ഒണിയൻ ഷാമ്പു ആണ്. ഇത് എല്ലാം കൂടെ ഒരു ഇതിനകത്ത് ഒരു അടിക്ക് യൂസ് ചെയ്യേണ്ട 3 സാധനങ്ങളാണ്. ഒണിയൻ ഹെയർ ഓയിൽ, ഒണിയൻ ഷാമ്പു, അത് കഴിഞ്ഞ് ഒരു ഒണിയൻ കണ്ടീഷണറും ഉണ്ട്. ഇത് ശരിക്കും നമ്മുടെ മുടിയെ നമ്മളൊരു പാമ്പർ ചെയ്ത് മുടിക്ക് നല്ലൊരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ സ്പായിലൊക്കെ പോയി ഒത്തിരി കാശ് മുടക്കി ഒരു ഹെയർ സ്പാ ചെയ്യുന്നതിൻ്റെ നല്ലൊരു എഫക്റ്റാണ് ഇത്. ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിൽ കുറയും. ഈ ഒണിയൻ ഹെയർ ഷാമ്പു ആണെങ്കിൽ ഇതിനകത്ത് സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ് കേട്ടോ. അത് ഷുവറാണ്, 100%
100% സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ്. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഓണിയൻ സീഡ് എക്സ്ട്രാക്റ്റ്, ഗ്ലിസറിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷാമ്പു വെച്ചിട്ട്, ഷാമ്പുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതിനകത്ത് ഗ്ലിസറിനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ മുടി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് ഒരു നാച്ചുറൽ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. നമുക്ക് ഈ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന പോലെ മുടി നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട്, കണ്ടീഷണറും ഒക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ട് ഇരിക്കും. നമ്മുടെ മുടി പൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കുറയും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് കോമ്പിനേഷൻ യൂണിയൻ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആ റൂട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. ആ റൂട്ടിനെ നമ്മുടെ മുടി സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയും. അത് ഷുവറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആ മുടിക്ക് നല്ലൊരു നാച്ചുറൽ സ്മൂത്ത്നെസ്സും കിട്ടും, മുടി കൊഴിച്ചിൽ കുറയും, നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനിത് അധികം ആയിട്ടില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുടി കാണുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഈ മാമാ എർത്തിൻ്റെ പ്രത്യേകത. അതാണ് അവരെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവർ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് ട്രീ എന്നും പറഞ്ഞിട്ട് ഒരു ഇനിഷ്യേറ്റീവ് മാമാ എർത്ത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അവർ നിങ്ങളുടെ ഒരു ഓർഡർ ഒരു ട്രീയിലോട്ട് ലിങ്ക് ചെയ്യും. വെച്ചാൽ നിങ്ങളുടെ ഒരു ഓർഡർ അവരൊരു പ്ലാന്റ് ട്രീ എന്ന് പറഞ്ഞൊരു ട്രീയിലോട്ടായിരിക്കും ലിങ്ക് ചെയ്യുക. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു ട്രീയിലോട്ട് ലിങ്ക് ചെയ്യും. അപ്പം നിങ്ങളുടെ ഓരോ ഓർഡറും ഓരോ ട്രീയിലോട്ടായിരിക്കും പോവുക. അപ്പം നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അതിന് പകരം ഒരു മരം നടുക എന്ന് വെച്ചു, അങ്ങനെയാണ്. അപ്പോൾ 2025 ആകുമ്പോൾ അവർ 1 മില്യൺ മരങ്ങൾ നടുക, അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, കാരണം നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മരം നടുക, നമ്മുടെ ഒരു ഓർഡർ കാരണം ഒരു മരം നടുക, അങ്ങനത്തെ പല ഈ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ അവർ ചെയ്യുമ്പോഴത്തേക്കും അത്ര നാച്ചുറലായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സന്തോഷമില്ല, നമ്മൾ കാരണം ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആവുന്നു, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മരം നടുന്നു. അതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളല്ലേ. എനിക്കത് ആലോചിച്ചപ്പോൾ ഭയങ്കര നന്നായിട്ട് തോന്നുന്നു. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയോ ഒരു സ്ഥലത്ത് ഒരു മരം നടുക, അത് വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഒരു ഓർഡർ അവർ ലിങ്ക് ചെയ്യുന്ന ഒരു ട്രീയിലോട്ടാണ്, അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ മാമാ എർത്ത് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് മാത്രമല്ല, അവർക്ക് ഒരു ആപ്പും ഉണ്ട് കേട്ടോ. മാമാ എർത്തിൻ്റെ ആപ്പും ഉണ്ട്, മാമാ എർത്തിൻ്റെ വെബ്സൈറ്റും ഉണ്ട്. അതല്ലാതെ തന്നെ ആമസോണിലും നൈക്കയിലും ഒക്കെ ഈ മാമാ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രീം 2021 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് കിട്ടും. അത് മാമാ എർത്തിൻ്റെ ആപ്പിലും കിട്ടും, മാമാ എർത്തിൻ്റെ വെബ്സൈറ്റിലും കിട്ടും. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വായിക്കാൻ തുടങ്ങിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. സൾഫേറ്റ് ഫ്രീ ആണെന്നുള്ളത് ഷുവറാണ്, അതിനകത്ത് ഡെഫിനറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കെരാട്ടിൻ, അത് ഞാൻ നേരത്തെ വിട്ടുപോയൊരു പോയിൻ്റാണ്. വെച്ചാൽ നമുക്ക് കെരാട്ടിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതാണ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം കെരാട്ടിൻ ഇതിനകത്തുണ്ട്, ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. കെരാട്ടിനും ഓണിയൻ പ്ലാന്റും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഓണിയൻ സീഡ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഓണിയൻ ഷാമ്പു ആണല്ലോ, അപ്പം കെരാട്ടിൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം അത് ഒരു മേജർ ഫാക്ടറാണ്. കാരണം നമ്മൾ മിക്കവരും ഭയങ്കര എക്സ്പെൻസീവായിട്ട് കെരാട്ടിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ പോയി ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഡെഫിനറ്റായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മുടി പൊഴിച്ചിലുള്ളവർക്ക് ഡെഫിനറ്റായിട്ടും നല്ലതായിരിക്കും. ഞാൻ കുളി കഴിഞ്ഞെത്തി, ഷാമ്പു കഴുകി നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഞാൻ മാമാ എർത്തിൻ്റെ ഒണിയൻ കണ്ടീഷണർ വെച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തു. ഷാമ്പു നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടീഷണർ നമ്മൾ സ്കാൽപ്പിൽ ഇടരുത് കേട്ടോ, അതെല്ലാവർക്കും അറിയാമല്ലോ. കണ്ടീഷണർ ഒരിക്കലും സ്കാൽപ്പിൽ ഇടാതെ മുടിയിൽ മാത്രം ഇട്ട് ജസ്റ്റ് 1 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇതും നല്ലതായിട്ട് നമ്മുടെ കെമിക്കൽ ഫ്രീ, സൾഫേറ്റും പാരബനും ഒന്നും ഇല്ലാതെ നമ്മുടെ മുടി പൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഗുണം കിട്ടുക കേട്ടോ. ഇതിനകത്ത് നമ്മുടെ മുടി നല്ല സോഫ്റ്റായിട്ട്, ചെടയൊന്നും പിടിക്കാതെ നല്ല സ്മൂത്ത് സോഫ്റ്റ് ടെക്സ്ചർ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മാമാ എർത്തിൻ്റെ ഒണിയൻ ഷാമ്പു. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒക്കെ കൊടുത്തേക്കാം. പ്രോഡക്റ്റ്സ് എല്ലാം ആ മാമാ എർത്തിൻ്റെ വെബ്സൈറ്റിലും പിന്നെ അവരുടെ ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡ്രീം 2021 കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. ഞാനിത് പറയുന്നത് വെച്ച് വേണം എന്നുള്ളവർ മേടിച്ചാൽ മതി. ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഒന്നും കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മുടി പൊഴിച്ചിൽ ഭയങ്കരമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാമാ എർത്ത് എപ്പോഴും ഈ കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ്സ് ആണെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ എപ്പോഴും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനും നല്ല ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം മുടി പൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഓണിയൻ സീഡ്സും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ഭയങ്കര നല്ല മണമാണ് കേട്ടോ. നമുക്ക് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു സുഖമാണ്. ഞാൻ ടവലെടുത്ത് കാണിക്കാം. മുടി ചെടയൊന്നും പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് താണ്ട് ഞാൻ പിടിച്ചിട്ട് സാധാരണ എൻ്റെ മുടി ഭയങ്കര റഫായിട്ടിരിക്കുമായിരുന്നു ശരിക്കും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. ഇതിപ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മുടി സാധാരണ കുളിച്ചൊക്കെ എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോഡ് മുടി ഇങ്ങനെ വരുന്നതാണ്.
ഇപ്പം വളരെ കുറച്ച് മുടിയെ പൊഴിഞ്ഞു വന്നോളൂ. അല്ലെങ്കിൽ നമുക്ക് എണ്ണ തേക്ക് മുടി കൊഴിച്ച് കൂടുന്നതായിട്ട് തോന്നും. ഇപ്പം അധികം മുടി പൊഴിഞ്ഞു വന്നില്ല, കുറച്ച് മുടിയേ വന്നിട്ടുള്ളൂ. മുടി നല്ല സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഈ മാമയർത്തിൻ്റെ ഓണിയൻ ഷാമ്പുവും കണ്ടീഷണറും ഓയിലും ഒക്കെ ഈ കെമിക്കലി ട്രീറ്റഡ് ഹെയറിനും കളേർഡ് ഹെയറിനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പം ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടിയാണെങ്കിൽ തന്നെ അങ്ങനത്തെ ഹെയർ ടൈപ്സിനും എല്ലാ തരം മുടിക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പു ആട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ വേണ്ടവരിത് നോക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ അന്ന് അച്ഛനും അമ്മയും മീനാക്ഷിയും ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ അവർക്ക് വേണ്ടി ഡിന്നർ പ്രിപ്പറേഷൻ സ്റ്റേജൊന്നും കാണിക്കുന്നില്ല. അവർ ജസ്റ്റ് അത് തുടക്കം കാണിക്കാം. പിന്നെ അവർ വന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് അവർ വന്നതും ഒക്കെ കാണാം. അത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ജസ്റ്റ് എൻഡ് ചെയ്തൊന്നുമില്ല കേട്ടോ. പിന്നെ മുരളിയേട്ടനെ അങ്ങ് ഏൽപ്പിച്ചു. അപ്പം അവർ കഴിക്കുന്നത് വെച്ചിട്ട് അങ്ങ് നിർത്തുക കേട്ടോ. ഇന്ന് അച്ഛൻ, അമ്മ, ചേച്ചി, മീനാക്ഷി, രാജേട്ടൻ ഒക്കെ അവിടെ ഡിന്നറിന് വരുന്നുണ്ട്. ബേസിക്കലി അവിടെ എന്താ പറയാ, മീനാക്ഷിയും ഗോവിനെയും ഞങ്ങളിവിടെ ഓവർനൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ ഞങ്ങളുടെ എന്താ പറയുന്ന ഒരു വിരുന്ന് സൽക്കാരം പോലെ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് അച്ഛനും അമ്മയും രാജേട്ടനും ചേച്ചിയും എല്ലാം ഞങ്ങളിന്ന് ഡിന്നർ കൊടുക്കാന്ന് വിചാരിച്ചു അവരുടെ കൂടെ തന്നെ. എന്നിട്ട് അവരങ്ങ് തിരിച്ചു പോകും. എന്നിട്ട് ഇവര് അവിടെ നിൽക്കും. അങ്ങനെ ഇവിടെ നിൽക്കും. അല്ലെ ഇങ്ങനെ സെൽഫിയിലോട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇത് ആൽഫ്രെഡോ പെന്നെ പാസ്ത. ഇത് ഞാൻ വെജ് ഉണ്ടാക്കുന്നുണ്ട്, നോൺ വെജ് ഉണ്ടാക്കും. കാരണം 8 പേരുള്ളതിൽ 3 പേര് വെജാണ്. അപ്പം ലാസ്റ്റ് മിനിറ്റ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് വിളമ്പാൻ നേരത്ത് ഹാഫ് ആക്കി പകുതിയിൽ ചിക്കൻ ഇടും. അപ്പൊ എല്ലാം വെജ്. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് വെജ് പിസ്സ, ചിക്കൻ പിസ്സ, വെജ് പാസ്ത, ചിക്കൻ പാസ്ത, ഫ്രഞ്ച് ഫ്രൈസ്, കേക്ക്, നന്ദുവിന്റെ ബർത്ത്ഡേ കേക്ക്. 3 വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയും അമ്മയും ജന്മനാ വെജിറ്റേറിയൻസ്. പിന്നെ അച്ഛൻ കർക്കിടക മാസം ആയതുകൊണ്ട് അച്ഛനും ഇപ്പൊ വെജിറ്റേറിയൻ ആണ്. ചേച്ചി ജന്മനാ വെജിറ്റേറിയൻ. ചേച്ചി വെജിറ്റേറിയൻ. പിസ്സയുടെ ഓരോ ഭാഗങ്ങളാണ്. അതായത് ഇതെന്താ, മോസറല്ല ചീസ്, ഇത് കോണ്, ഇത് അതിന്റെ പുറത്തിടാനുള്ള സാധനങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചു പിസ്സ ഞാൻ അവര് വന്നിട്ട് ചൂടായിട്ട് ഉണ്ടാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം പാസ്ത ഞാൻ ചൂടാക്കും, പിസ്സ ഞാൻ ചൂടാക്കിയ കൊള്ളത്തില്ല. അപ്പൊ ഞാൻ 2 പിസ്സ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരം ആവുമ്പം 2 എണ്ണം ബേക്ക് ചെയ്യും. എന്നിട്ട് അതെടുത്തിട്ട് വീണ്ടും ഞാൻ 2 വെജ് പിസ്സയും 2 നോൺ വെജ് പിസ്സയും, അങ്ങനെ 4 പിസ്സയാണ് ഇന്നത്തെ. ഇവിടെ കുക്കിംഗ് മഹാമേളമാണ്. രാവിലെ തൊട്ട് തുടങ്ങിയ സംഭവമാണ്. മഹാമാമാങ്കം എന്നൊക്കെ പറയുന്ന പോലെ. ഇത് പിസ്സ സോസ്. എന്റെ പിസ്സ റെസിപ്പി ഞാൻ ഓൾറെഡി നിഷാ സ്പൈസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പിസ്സ സോസ് ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ സോസ് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എനിക്ക് എന്റെ പിസ്സ ഭയങ്കര ഇഷ്ടം. ഇതാണ് എന്റെ ഇപ്പോഴത്തെ കോലം. ഞാൻ ഇന്നലെ പോയൊരു ഹെയർ കട്ടൊക്കെ ഇങ്ങനെ നടത്തി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ വികൃത രൂപത്തിൽ നിന്ന് ഭാര്യയാക്കി തന്ന വികൃത രൂപത്തിൽ നിന്ന് ഞാൻ പതിയെ ഒന്ന് മാറി കുട്ടപ്പനായി എല്ലാം റെഡിയാക്കി. അങ്ങനെ ടെന്നീസ് എൽബോയുടെ ഭാഗമായിട്ടൊരു ബാൻഡും കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽ ഇലോങ്ങേഷൻ വന്നിട്ടേ നമ്മൾ ആ എന്താ പറയുക ആ എൽബോ ജോയിന്റിന് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഇട്ട് തന്നൊരു സംഭവമാണ്. അവരല്ല, എൻ്റെ ഫിസിയോതെറാപ്പി തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അത് നമ്മളങ്ങ് അവസാനിപ്പിച്ചു. ഇനിയും പുള്ളി എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തങ്ങനെ പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യ രാവിലെ മുതൽ ഒത്തിരി പാടുപെടുന്നുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ഒരു പരുവായിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ഞാൻ ചെയ്തു. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റാത്ത. പിന്നെ രാവിലെ ഉഴുന്നോടൊക്കെയുള്ള ഇച്ചിരിയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ഉഴുന്നോടെ മാവ് വെച്ചിട്ട് അത് നല്ലതായിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ശരി, നമുക്ക് വഴിയെ കാണാം. ഇതിന്റെ പുറത്തോട്ട് പിസ്സ പേസ്റ്റ് എന്തെന്ന് പറയുന്നത്, പിസ്സ സോസ് ഉണ്ടാക്കിയെടുത്ത പിസ്സ സോസ് പതിയെ ഇങ്ങനെ പരട്ടിയിട്ട് ബാക്കി ചീസും കോണും ഒക്കെ ഇടാനുള്ള പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ബേക്കിങ്ങിന് തൊട്ട് മുന്നേ ഉള്ള ചീസ്, ക്യാപ്സിക്കം, ഒലീവ്സ്, ചിക്കൻ, വെള്ളം വരുന്നു.
പുള്ളിയുടെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, വായിക്കൂടെ വെള്ളം വരുന്നത്. ക്യാപ്സിക്കം ചുമന്നത്, പച്ച, പിന്നെ ചീസ്, ചിക്കൻ, ഒലിവ്സ്, സവോള, ഇത്രേ ഉള്ളൂ. ഒലിവ്സ് വെജില് കൂടുതലുണ്ട്, ചിക്കനിൽ കുറച്ചേ ഇട്ടുള്ളൂ. ഇതിപ്പുറത്തെ വെജ് കാണിച്ചു തരാം. വെജില് കുറച്ചുകൂടെ ഇട്ടു. വെജിലോ? ആ വെജില് കുറച്ചുകൂടെ ഇടാം. ഒരാള് ഗ്ലാമറിലെന്ന് വിളിച്ചൊളിച്ച് നടക്കുന്ന നോക്കി. ഇവിടെ ഒരാള് പാസ്ത എടുത്തുകൊണ്ടിരിക്കുന്നു. പിസ്സ പുറത്തെടുക്കൽ മഹായജ്ഞമായിരുന്നു. അതെ, എടുത്തു കഴിഞ്ഞുള്ളതാ ചിക്കൻ പിസ്സ. ഇത് വെജിറ്റേറിയൻ.